പ്രസവ വേദന കൊണ്ട് പ്രയാസപ്പെടുകയാ, എന്റെ ഭാര്യക്ക് പ്രസവ വേദന കൊണ്ട് പ്രയാസപ്പെടുകയാ, അതുകൊണ്ട് ഇവിടെ സഹായിക്കാൻ ആരുമില്ല. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി ഉമ്മമാരെ ചിന്തിച്ചോ, രക്ഷിതാക്കളെ ആലോചിച്ചോ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്നാ നിങ്ങൾ ചിന്തിക്കേണ്ടത്? അത് വെറും 5 നേരത്തെ നിസ്കാരത്തിൽ ഒതുക്കിയിട്ട് സോഫയിൽ പോയി കാല് വെച്ച് ഇരിക്കലല്ല ഇസ്ലാം. എന്നെ കൊണ്ട് ചെയ്യാനുള്ള ഉപകാരം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കണം. അവനാണോ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ മെമ്പർ എന്ന് പറയുന്നത്? സത്യത്തിൽ നിങ്ങൾ ചിന്തിച്ചോ, രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ഒട്ടകത്തിന്റെ പുറത്ത് കയറി വീട്ടിലേക്ക് കൊതിക്കുന്നു. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയുടെ ഭാര്യയുണ്ടല്ലോ, ആ ഭാര്യയെ കൊണ്ടുവരികയാണ്. ഭാര്യയെ കൊണ്ടുവന്നിട്ട് ഭാര്യയോട് പറയുന്നു, ഭാര്യ, ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് പ്രസവ വേദനയാണ്, സഹായിക്കാൻ ആളില്ല, അതുകൊണ്ട് നീ അവളെ സഹായിക്കണമെന്ന് പറഞ്ഞ് ഈ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയെ ടെന്റിന്റെ ഉള്ളിലേക്ക് വിട്ടുകൊടുക്കുന്നു. മലഞ്ചെരിവിൽ താമസിക്കുന്ന ഒരു പെണ്ണിന്റെ പ്രസവ നോവെടുക്കുന്നത് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയുടെ ഭരണാധികാരിയുടെ ഭാര്യയാണ് സഹോദരാ. പുറത്തു നിൽക്കുന്ന പാവപ്പെട്ട മനുഷ്യനറിയില്ല ഇത് ഭരണാധികാരിയാണെന്ന്. ആ ഭരണാധികാരിയായ ഉമറിന് മഹാനായ ഈ മനുഷ്യൻ അറിഞ്ഞുകൂടാ. പ്രസവ നോവെടുത്തൊരൽപ്പനേരം കഴിഞ്ഞൊരു കുഞ്ഞിന് ജന്മം നൽകി. കുട്ടിയുടെ കരച്ചില് കേട്ടപ്പോ ടെന്റിന്റെ ഉള്ളിലുള്ള ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പുറത്തേക്ക് വിളിച്ചു പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ, അങ്ങയുടെ സഹോദരന്റെ ഭാര്യ പ്രസവിച്ചിരിക്കുന്നു. ഇത് കേട്ടപ്പോഴാണ് പുറത്തിരിക്കുന്ന ആൾക്ക് മനസ്സിലായത്, പടച്ചോനെ, ഇത് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയാണോ? കാൽക്കലങ്ങ് വീണിട്ട് പൊട്ടിക്കരഞ്ഞ് പറഞ്ഞു, ക്ഷമിക്കണം, നിങ്ങൾ ഭരണാധികാരിയായ ഉമറാണെന്ന് എനിക്കറിയില്ല. ഉമർ പറഞ്ഞു, സയ്യിദുൽ ഖൗമി ഖാദിമുഹും, ഒരു സമുദായത്തിന്റെ നേതാവ് അവർക്ക് സേവനം ചെയ്യുന്നവനാണ്, അതുകൊണ്ട് പ്രശ്നമല്ല. ഉമ്മമാരെ, രക്ഷിതാക്കളെ, സ്വർഗത്തിലേക്ക് ഞാൻ കയറി ചെന്നപ്പോ ഒരു വലിയ കൊട്ടാരം ഞാൻ കണ്ടു സ്വർഗത്തില്. അത് എനിക്കുള്ള കൊട്ടാരമാണെന്നാ ഞാൻ കരുതിയത്. അങ്ങനെ ഞാൻ ആ കൊട്ടാരത്തിലേക്ക് ചെന്നപ്പോ എന്നോട് ജിബ്രീൽ പറഞ്ഞു, നബിയേ, അത് ഉമറിന് സ്വർഗത്തിൽ അള്ള പണിത കൊട്ടാരമാണ്. ഉമറിന് അള്ള കൊട്ടാരം പണിതൊടുത്തത് വെറുതെയല്ല. ഈ ഒരു മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ശുദ്ധ മനസ്സ് അള്ള കൊടുത്തതിന്റെ പ്രതിഫലമാണ് സ്വർഗത്തിലുള്ള കൊട്ടാരം കേട്ടോ. അതുകൊണ്ട് ആണുങ്ങളെ, പെണ്ണുങ്ങളെ, നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക. നമ്മളെ കൊണ്ട് ഒരാളും വേദനിച്ചുകൂടാ, നമ്മളെ കൊണ്ട് ഒരാൾക്കും വിഷമം വന്നുകൂടാ. ആ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാവണം കേട്ടോ. പോരാ, നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഉപകാരം നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്താൽ, മൻ കാന ഫീ ഹാജതി അഖീഹി കാന അല്ലാഹു ഫീ ഹാജതിഹി. നിങ്ങൾ ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു കൊടുത്താൽ നാളെ നിങ്ങൾക്ക് ഉപകാരം അല്ലാഹ് ചെയ്തു തരുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. മൗലിക മൈക്കെടുക്കാൻ വരും ഞങ്ങളാണ്. സഹോദരന്മാരെ, തെങ്ങൻകൊയ്യിൽ മുഹമ്മദ് ഹാജിയുടെ ജനാസയാണ് നമ്മളെ മുമ്പിലുള്ളത്. അദ്ദേഹത്തിന് ആരെങ്കിലും വല്ലതും കൊടുക്കാനുണ്ടെങ്കിൽ അത് മക്കളെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതാണ്. അദ്ദേഹം ആർക്കെങ്കിലും വല്ലതും തരാനുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെട്ട് കൊടുക്കേണ്ടതാണ്. റാഹത്തായി സാമ്പത്തികമായി കഴിഞ്ഞു. ആര് കൊടുക്കണം, ആര് വാങ്ങണം, നേരെ തിരിച്ചായിക്കോട്ടെ. സാമ്പത്തികമായി വല്ല ഇടപാടുകളും ഉണ്ടെങ്കിൽ മൂപ്പരുടെ മൂത്ത മകൻ തെങ്ങൻകൊയ്യിൽ അസീസ് ഏറ്റെടുത്തിരിക്കുന്നു. തെങ്ങുവിൽ അസീസ് വേഗം കുപ്പായങ്ങളെ വെക്കും. നമ്മളെ പേരാണ് കേട്ടത്. 4 വർഷം മുമ്പ് വയ്ക്കുന്നത് മുമ്പനെ കിട്ടുന്നത് ഈ പേര് വയ്ക്കും. റാഹത്തായി ചോദിക്കട്ടെ, ആരാ വാപ്പന്റെ കടം വിട്ടുക? ആരെങ്കിലും വന്ന് ചോദിക്കണോടോ, നിന്റെ വാപ്പ എനിക്കൊരു 1000 രൂപ തരാണ്ട്, മോൻ ചോദിക്കും, എന്നോട് ചോദിച്ചോടാ കൊടുത്ത് അല്ലേ എങ്ങായി വാപ്പ എന്നോട് വാപ്പ വാങ്ങിയത് വാപ്പനെ നോക്കോ അങ്ങനെ അല്ല. അന്ന് പള്ളിയിൽ നിന്ന് ഓലിന് പള്ളിയുടെ ദൈവമായി ബന്ധപ്പെടാൻ അത് മൈക്കിൽ വിളിച്ചു പറയാൻ പറഞ്ഞതാണ്, അല്ല തരാൻ പറഞ്ഞതല്ല. പണ്ട് ഏതോ ഒരാള് വെള്ളത്തിൽ മീൻ പിടിക്കാൻ പോയ മീൻ പോയി കുറെ ചൂണ്ടിട്ട് മീൻ കിട്ടുന്നില്ല, കുറെ നേരം ചൂണ്ടിട്ട് മീൻ കിട്ടുന്നില്ല. അവസാനം അയാൾ നേർച്ചാക്കി, ഇത് ആദ്യം കിട്ടുന്ന മീന് ഞാൻ പള്ളിയിലെ മൂലയിൽ കൊടുക്കും, ഉസ്താദിന് കൊടുക്കും. നല്ലൊരു നേർച്ചാക്കേണ്ട താമസം മീനാട് കൊത്തി വലിച്ചു നോക്കുമ്പോ വലിയൊരു മീൻ, നല്ലൊരു മീനാ. എനിക്ക് സന്തോഷമായി. ഞാൻ ആ മീനിങ്ങനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, കിട്ടിയത് മുതലാ. അപ്പൊ ആരോ പറഞ്ഞ നിനക്കുള്ളതല്ല, പള്ളിയിൽ ഉസ്താദിനുള്ളതല്ലേ, ഇവിടെ 230 കിട്ടിയത് പള്ളിയിൽ ഒരേ കൊടുക്കുക.
അപ്പൊ ആരോ പറഞ്ഞു അല്ലേ എങ്ങനെ അപ്പൊ നേർച്ചാക്കിയതാ, കിട്ടാൻ നേർച്ചാക്കിയതല്ലേ, കൊടുക്കാൻ നേർച്ചാക്കിയതാ. ഇത് കേൾക്കേണ്ട താമസം കയ്യിലുണ്ടായിരുന്ന മീൻ വെച്ചപ്പോ കപ്പളും വെള്ളത്തിലാണ്. അപ്പൊ ഓൻ പറഞ്ഞല്ലോ അള്ളാഹ്ക്ക് തമാശ കൂടി അറിയില്ല എന്ന് പറഞ്ഞ അള്ളാഹ്ക്ക് തമാശ ഉണ്ടാക്കി തന്നെ മീൻ കിട്ടൂല എന്ന് പറഞ്ഞതുപോലെ ഞാൻ ചോദിക്കട്ടെ, പൊന്നു മനുഷ്യന്മാര് ആർക്കതൊക്കെ കൊടുക്കാനുള്ള ആഗ്രഹം, ആർക്കതൊക്കെ കൊടുക്കാനുള്ള ആഗ്രഹം? പഴയ കാലത്തൊക്കെ കുറെ ആലിമ്യങ്ങൾ പണ്ഡിതന്മാരൊക്കെ വട്ടത്തിൽ ഇരുന്ന് കണ്ട് ഒരു കുറച്ച് ദിക്റൊക്കെ ചെല്ലിയത്. അപ്പൊ അതൊക്കെ പോയി. ഇപ്പൊ മൂലയിൽ 14 ഇവിടെ ഞാൻ മലപ്പുറത്തിന്റെ കഥ പറഞ്ഞു. 14 ഉസ്താദ് കയറി വരുമ്പോ പെരക്കാർ ഉസ്താദെ ദിക്ർ ഞങ്ങൾ ചെല്ലിയിട്ടുണ്ട്, ഉസ്താദ് പാർസലാക്കി കളിയാണ്. അപ്പൊ നിങ്ങൾ കുടുംബക്കാർ ചെല്ലുന്ന ഉസ്താദെ വളരെ പ്രതിഫലമുള്ള കാര്യം, അൽഹംദുലില്ലാഹ് വളരെ പ്രതിഫലമുള്ള കാര്യം കുടുംബക്കാർ ചെല്ലുന്നതാണ്. പക്ഷെ കുടുംബക്കാരാവണം എന്ന് മാത്രം. പഠിച്ചോനെ ഇറപ്പ ഈ തള്ള ജീവൻ പോയി കിട്ടിയ സ്വത്തിൽ ഇരിക്കരുന്ന് എന്ന് കരുതുന്ന മരുമകൾ, അതാണ് നമ്മളെ കുടുംബം. മകൻ ജീവൻ പോയിട്ടെങ്കിലും മരുമകളൊന്ന് കരയട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കണം അമ്മായിമ്മ, ഇതാ നിങ്ങളെ കുടുംബം. ബാപ്പ ജീവൻ പോയിട്ട് വേണം മുതല് പോക്കറ്റിലാക്കാന്ന് പറഞ്ഞ് നടക്കുന്ന മക്കള്, തങ്ങളുടെ കുടുംബം. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സ്നേഹം എത്രത്തോളം കുടുംബത്തിലുണ്ട് എന്ന് നിങ്ങൾ ആലോചിച്ചൊക്കെ മതി. സ്നേഹം ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ കുടുംബം ചെയ്യണം, അത്ര കൂടി വേറെ ആരും കിട്ടൂല. സ്നേഹം മനസ്സിലില്ലാത്ത കുടുംബമാണോ എന്നാ നാട്ടുകാർ ഓട്ടമക്കൂടി പോണോന്ന് ചെയ്യണം, അത്ര കൂടി കിട്ടൂല, വേറെ കാര്യം. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ പറഞ്ഞു വരുന്ന എന്റെ സഹോദരന്മാരെ, അവനാർക്ക് വേണ്ടത് അവനാൻ ചെയ്തോളൂ. നമുക്ക് വേണ്ടത് നമ്മൾ ചെയ്താൽ ആത്മലോകത്ത് രക്ഷണ്ടാകും. മറ്റുള്ളവരും ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ് അല്ലാഹു നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനൊക്കെ നല്ലത് ചെയ്യാനും നമ്മളെ മരിച്ചുപോയാൽ നമുക്ക് വേണ്ടി ദ്വാരിക്കാനുള്ള നല്ല മനസ്സ് അല്ലാഹു നൽകുമാറാവട്ടെ. ഞാൻ പറയുന്നത് അല്ലാഹുവിന്റെ പ്രവാചകർ സ്വഹാബത്തിനോട് പറഞ്ഞു, ഇന്നമാലുഹുമാ ഖദ്ദമാ, നിങ്ങൾ നല്ലതിന് വേണ്ടി ചെലവാക്കുന്ന മുതല് അത് നിങ്ങളുടെ മുതലാ. ഇന്നമാലു വാരിഥിഹിമാ അഖറാ, നിങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ച പോണ മുതലുണ്ടല്ലോ അത് ആരാന്റെ മുതലാണെന്ന് മുത്തോളി മുഹമ്മദ് മുസ്തഫ. എന്റെ ഉമ്മമാരെ, രക്ഷിതാക്കളെ, നമുക്ക് അള്ളാഹു തന്ന മുതലുണ്ടല്ലോ അതിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമുക്ക് അള്ളാഹു തന്ന സമ്പാദ്യമുണ്ടല്ലോ അത് മറ്റുള്ളവർക്ക് ചെലവാക്കാൻ നമ്മളെ മനസ്സിലൊരു മടിയും വരരുത് കേട്ടോ. കാരനാണ്, മുതലാളിയാണ് എന്ന് പറഞ്ഞിട്ടെന്താ ആള് പിഷ്കനാൻ. വലിയ ഭർത്താവ് വലിയ എന്നാ പെണ്ണ് പാവപ്പെട്ട ഒരു പെണ്ണുമാണ്. ഒരിക്കൽ ഈ പെണ്ണിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ വാതിലിനൊരു മുട്ട് കെട്ടി. ആരാ വാതിലിന് മുട്ടുന്നത്? പെണ്ണ് പോയി വാതിൽ തുറന്നു നോക്കുമ്പോ ഒരു പാവപ്പെട്ട മനുഷ്യനാണ്, ഒരു സാധുവായ മനുഷ്യൻ വന്നുകൊണ്ട് പറയുന്നു, ഭക്ഷണം കഴിച്ചിട്ടില്ല, വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല, വല്ലതും തരുമോ? ഇത് കേട്ട സമയത്ത് പെണ്ണ് ചിന്തിച്ചു, പടച്ചവനെ, എന്റെ വിശപ്പ് പോലെ തന്നെയല്ലേ അയാളുടെയും വിശപ്പ്, അതുകൊണ്ട് ഞാൻ ഈ തിന്നുന്ന ഭക്ഷണത്തിൽ നിന്നൊരൽപ്പം ആ പാവപ്പെട്ട മനുഷ്യന് കൊടുക്കട്ടെ എന്ന് ഈ പെണ്ണിന് തോന്നിയിട്ട് അടുക്കളയിലേക്ക് പോയി ഒരൽപ്പം ഭക്ഷണം എടുത്തിട്ട് ഭർത്താവുമായി പുറത്തു നിൽക്കുന്ന സാധു ഉണ്ടല്ലോ ആ സാധുവിന് കൊടുത്തോ. ആ പ്രശ്നമായി വീട്ടിന്റെ ഉള്ളിൽ അത് ഭർത്താവ് കലഹത്തിന് കാരണമായി. ഭർത്താവ് പറഞ്ഞു, എടി എന്റെ മുതൽ കൊടുക്കാൻ ആരാ പറഞ്ഞത് എന്ന്